ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പൊതുവിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പ്രത്യേകിച്ചും കുറ്റപ്പെടുത്താനും ഈ സംഗതിക്ക് ഇനി ഈ രാജ്യത്ത് യാതൊരു പ്രസക്തിയുമില്ല എന്ന് സ്ഥാപിക്കാനും പല വലതുപക്ഷ ബൂർഷ്വ മാധ്യമങ്ങളും നിരീക്ഷകരും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ അജണ്ടയുമുണ്ട് എന്ന് വിചാരിച്ചോളൂ. പക്ഷേ എന്നാൽ പോലും ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പാർട്ടിയെയും പ്രസ്ഥാനത്തെയൊക്കെ ആക്ഷേപിക്കുകയും പൂച്ഛിക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. പാർട്ടിയെ സ്നേഹിക്കുന്നതായിട്ട് ഭാവിക്കുന്ന ചില ആളുകൾ അത് തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് വലിയ സൈബർ യുദ്ധം നടത്തുന്നു എന്ന് ഭാവിക്കുന്ന ആളുകൾ, അതിൽ തന്നെ പോരാളി ഷാജി എന്ന് പറഞ്ഞ ഒരു സൈബർ ഹാൻഡിൽ പാർട്ടിയെ പ്രസ്ഥാനത്തേക്ക് ഇങ്ങനെ പുച്ഛിക്കും, അതിനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ സഖാവ് ജയരാജന് സഹിച്ചില്ല. ജയരാജൻ സഖാവ് പറഞ്ഞു, ഇവരൊക്കെ ഈ സൈബർ ഗുണ്ടകളാണ് സത്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സൽപ്പേര് കളയുന്നത് എന്ന രീതിയിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം അഭിപ്രായം പറഞ്ഞത് ഈ പോരാളി ഷാജിയുടെ ഭാഗത്ത് നിന്ന് ഇതിന് മറുപടിയൊന്നും ഉണ്ടാവുകയില്ല. അവർ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് തെറ്റിതിരുത്തും. ഇനി മേലിൽ പാർട്ടി കൊടുക്കുന്ന ക്യാപ്സൂളുകൾ മാത്രമേ ഇവർ പ്രചരിപ്പിക്കുകയുള്ളൂ എന്ന അർത്ഥത്തിലാണ്. നമ്മുടെ നാട്ടിൽ ഈ ക്യാപ്സൂൾ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ആളാണ് സഖാവ് ജയരാജൻ. അദ്ദേഹമാണ് ശബ്ദധാരാവലി നോക്കിയിട്ട് ശുംഭൻ എന്ന വാക്കിന് പ്രകാശിക്കുന്നവൻ എന്ന അർത്ഥം, പ്രകാശം പരത്തുന്നവൻ എന്നൊരർത്ഥമുണ്ട് എന്നുകൂടി കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ മലയാള സാഹിത്യത്തിനും മലയാള ഭാഷയ്ക്കും ശബ്ദധാരാവലിക്ക് തന്നെ വലിയൊരു സംഭാവന കൊടുത്ത ആളാണ് സഖാവ് ജയരാജൻ. അദ്ദേഹത്തിന് പോരാളി ഷാജിയെ മാത്രമല്ല, ആരെ വേണമെങ്കിൽ ഉപദേശിക്കാനുള്ള പാണ്ഡിത്യമുണ്ട്, കാര്യവിവരമുണ്ട്, ഗ്രാഹ്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ പോരാളി ഷാജി ഇത് തെറ്റിദ്ധരിച്ചു എന്ന് മാത്രമല്ല, അവർ സഖാവ് ജയരാജനോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മലയാള മനോരമ കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുത്ത കേസ്, അല്ലെങ്കിൽ മാസപ്പടി കേസ്, അതുമല്ലെങ്കിൽ റേഷൻ സമ്പ്രദായത്തിൽ വന്ന വീഴ്ചകൾ, മാവേലി സ്റ്റോറിൽ അരി കിട്ടാത്തത്, അല്ലെങ്കിൽ സർവകലാശാല തലത്തിലും മറ്റുമൊക്കെ നടക്കുന്ന SFIക്കാരുടെ ആ വിദ്യാഭ്യാസ വിപ്ലവം, BCOമിന് തോറ്റാൾ MCOമിന് പഠിക്കുന്ന പോലെയുള്ള കലാപരിപാടികൾ, അതല്ലെങ്കിൽ ഗവർണർക്കെതിരായിട്ട് ഇവർ നടത്തിയ വലിയ സമര ആഭാസങ്ങൾ, യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് കൂടാതെ ഈ മുഖ്യൻ്റെ നവകേരള സദസ്സ് നടത്തിക്കൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി, അതിൻ്റെ ഭാഗമായി നടന്ന ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും എന്നൊക്കെയാണ് ഇപ്പോൾ പോരാളി ഷാജി സഖാവ് ജയരാജനോട് ചോദിക്കുന്നത്. മറിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് വേറെ ഏതെങ്കിലും നേതാക്കന്മാർ ചോദിച്ചിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു രസമുണ്ടായിരുന്നു, അന്തസ്സുണ്ടായിരുന്നു. ഇവിടെ ഈ ഭസ്മാസുരന് വരം കൊടുത്ത പരമശിവൻ്റെ അവസരമായി സഖാവ് ജയരാജൻ അടക്കമുള്ള ആളുകളുടെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടിയിട്ടാണ് ഈ പോരാളി ഷാജിയെ പോലുള്ള സൈബർ ഹാൻഡിലുകളൊക്കെ വന്നത്. പാർട്ടിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളെ, പ്രസ്ഥാനങ്ങളെ, എതിർ പാർട്ടിയുടെ നേതാക്കന്മാരെയൊക്കെ ആക്ഷേപിക്കാനും താറടിക്കാനും മുണ്ടുപൊക്കി കാണിക്കാനും വേണ്ടി ഉണ്ടാക്കിയതാണിത്. അവരിപ്പോൾ എന്ത് ചെയ്തു? പാർട്ടിക്ക് നേരെ തന്നെ മുണ്ടുപൊക്കി കാണിക്കാൻ തെറി പറയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് ഇപ്പോൾ ഈ പരമശിവൻ്റെ അവസ്ഥയിലെത്തി. ഇപ്പോൾ ഭസ്മാസുരനെ എങ്ങനെ വകവരുത്താമെന്നുള്ള ആലോചനയിലാണ് പാർട്ടി. അപ്പോൾ സഖാവ് ജയരാജൻ ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. പോരാളി ഷാജി ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പോരാളി ഷാജിയുടെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന ആൾ പുറത്ത് വരണം. പുറത്ത് വന്നാൽ ഉടനെ പാർട്ടി തീരുമാനിക്കും ഇയാൾക്ക് 51 വെട്ടാണോ 52 വെട്ടാണോ, അതിലല്പം കുറയ്ക്കാമോ, അത് ഇതിലധികം കൂട്ടേണ്ടി വരുമോ എന്നുള്ള കാര്യം. ഏതായാലും ജയരാജൻ സഖാവ് മാടി വിളിക്കുകയാണ്, പോരാളി ഷാജി ഉടൻ പുറത്തു വരൂ.